ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് ജൂക്കോ ചാൻ. ഇന്നത്തെ വ്ലോഗ് ആക്ച്വലി ഒരു ഗാർഡനിങ് വ്ലോഗാണ്. ഈ ഇടയായിട്ട് എനിക്ക് ഗാർഡനിങ്ങോട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് കൂടിയിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ചെടി വാങ്ങാം എന്ന് വിചാരിച്ച് പാലാരിവട്ടം കാനറ ബാങ്കിൻ്റെ ഓപ്പോസിറ്റുള്ള ഗ്രീൻ വേ ഗാർഡൻസിൽ നമ്മൾ വന്നിരിക്കുകയാണ്. ഈ കാണുന്ന ചെടികളെല്ലാം വിൽപ്പനയ്ക്കുള്ളതാണ്. പിന്നെ ഈ കാണുന്ന ചെടി ഒരു ഭയാനക സംഭവമാണ് കേട്ടോ. 2.5 ലക്ഷം രൂപ വരും ഇതിനൊന്ന് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട്. ഒന്ന് കണ്ടാലറിയാൻ പറ്റും ഇതിൻ്റെ സൗന്ദര്യവും ഗാംഭീര്യവും ഒക്കെ. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ വെർഷനാണ് ഈ പറയുന്ന ചെടി. ഇത് 12,000 രൂപത്തോളം വരുന്ന ഒരു സാപ്ലിംഗ് ആണ്. പക്ഷേ ഇതൊക്കെ ഞാൻ വെറുതെ നോക്കിയെന്നേ ഉള്ളൂ. വാങ്ങാനൊന്നും കയ്യിൽ നോ മണി നോ ഹണി. സത്യം പറയുവാണെങ്കിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരം വെറൈറ്റി പ്ലാന്റ്സാണ് ഈ ഗ്രീൻ വേ ഗാർഡൻസിലുള്ളത്. പുറമേന്ന് കാണുന്നത് ഒരു ചെറിയ ഷോപ്പാണെങ്കിൽ പോലും ഉള്ളിലോട്ട് പോയപ്പോഴത്തേക്കും കാണാൻ എന്തോരം വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വല്ലാത്തൊരു പീസ്ഫുൾ വൈബാണ്. അപ്പോൾ ഗാർഡനിങ് ചെയ്യണമെന്ന് ഇൻട്രസ്റ്റ് ഇല്ലാത്തവരും ഇത് കണ്ടാൽ ഗാർഡനിങ് ചെയ്യണമെന്ന് തോന്നിപ്പോവും. ഞാൻ വീട്ടിൽ കൊണ്ടുവന്നത് ഈ ഷോ പ്ലാന്റിൻ്റെ ചെടിയും 4 മണിപ്പൂവിൻ്റെ ചെടിയും പിന്നെ ഓറഞ്ച് റോസാപ്പൂവിൻ്റെ ചെടിയും പിന്നെ ഈ ചെറിയ പൂക്കളുള്ള ചെടിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ അത് മാത്രമല്ലാണ്ട് വെള്ളത്തെറ്റിപ്പൂവിൻ്റെ ചെടിയും ബ്ലൂ ഡെയ്സിയുടെ ചെടിയും പിന്നെ ഈ 2 ചാക്കിലുള്ളത് മണ്ണും വളവും ചകിരിച്ചോറും എല്ലാം മിക്സാക്കിയ മിക്സ്ചർ. ഇതെല്ലാത്തിനും 500 റുപ്പീസ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഒട്ടും സമയം പാഴാക്കാണ്ട് ഗ്ലൗസൊക്കെ ഇട്ട് ഗാർഡനിങ് പണിക്കായിട്ട് ഇറങ്ങി ഗൈസ്. നമ്മൾ ഗ്രോ ബാഗ്സ് ഒന്നും വാങ്ങിയില്ല ഗൈസ്, കാരണം നമ്മുടെ വീട്ടിൽ ഓൾറെഡി കുറേ പെഡിഗ്രിയുടെ പാക്കറ്റ്സ് ഉണ്ടായിരുന്നു. സോ നമ്മൾ അത് തന്നെ അങ്ങ് യൂസാക്കി. അങ്ങനെ ഫസ്റ്റ് സാപ്ലിങ്ങിൻ്റെ അൺബോക്സിംഗ് ആണ്. അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് JD റോട്ടിൽ പോകുന്ന ചേച്ചിമാരെയും ചേട്ടന്മാരെയും വായി നോക്കുന്ന ദൃശ്യം കാണാൻ കഴിയുന്നത്. അതിൻ്റെ കൂടെ ഞാൻ സാപ്ലിങ്ങുമായിട്ടൊരു പോസ് പിന്നെ ഞാൻ നടന്നു. ചെടി നട്ടുകൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലാക്കിയേ നല്ല പാടുള്ള പണിയാണ്. അത് ചെടിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവനും ഹെൽപ്പ് ചെയ്യാൻ വന്ന്. പക്ഷെ നമ്മൾ കുറച്ച് നേരം കളിച്ച് സമയം വേസ്റ്റാക്കി. പിന്നെ വീണ്ടും നട്ട് ഒരു പരുവായി ഞാൻ അപ്പോഴേക്കും. അങ്ങനെ ഞാൻ 2ാമത്തെ ചാക്കിലേക്ക് മണ്ണ് വാരി എറിയുന്നു. അങ്ങനെ ഞാൻ ഇത് ചെയ്യുന്ന കണ്ടപ്പോൾ JDക്ക് എന്തോ ഇവക്ക് ഭ്രാന്തായി. നമുക്ക് ഇവിടെ നിന്ന് മാറാം എന്ന് വിചാരിച്ച് അവൻ മാറിപ്പോകുന്നു. പിന്നെ നമ്മുടെ 2ാമത്തെ ചെടിയായ നമ്മുടെ താരം വെള്ളത്തെറ്റിപ്പൂവിനെ നമ്മൾ നട്ടുകൊണ്ടിരുന്നപ്പോൾ വെള്ളത്തെറ്റിപ്പൂ ചിന്തിക്കുമായിരിക്കും, വേറെ ആരെയും കിട്ടിയില്ലേ ഭഗവാനെ എന്നെ നടാനായിട്ട്. ബട്ട് എനിവേസ് ഐ ഹോപ്പ് ഐ എം ലക്കി ഫോർ ദാറ്റ് വെള്ളത്തെറ്റിപ്പൂ ചെടി. സോ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ മണ്ണിന് 140 രൂപയാണ് ഒരു ചാക്കിന്. സോ മണ്ണൊക്കെ നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ഇടണം എന്ന് മനസ്സിലാക്കി ഞാൻ. നെക്സ്റ്റ് താരം നമ്മുടെ ഓറഞ്ച് കളർ റോസ് ചെടി, അതും നടുകയാണ് ഗൈസ്. റോസാപ്പൂ ചെടി നട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മണ്ണ് തീർന്നു പോയി ഗൈസ്. അങ്ങനെ നമ്മൾ 2ാമത്തെ ചാക്ക് ഓഫ് മണ്ണ് അൺചാക്ക് ചെയ്യുകയാണ്. അടുത്ത ചെടി വളരെ ചെറിയൊരു ചെടി ആയതുകൊണ്ട് ചെറിയൊരു ചട്ടിയിൽ മണ്ണ് നിറച്ചിട്ട് ചെടി പയ്യെ അൺപാക്ക് ചെയ്തു. എന്നിട്ട് പയ്യെ ഇറക്കി വെച്ചു. മണ്ണിട്ട് മൂടി പയ്യെ അതിൻ്റെ റൂട്ട്സൊക്കെ നല്ല രീതിക്ക് നനച്ചും കൊടുക്കണം കേട്ടോ ഈ ചെടിയൊക്കെ നട്ട് കഴിയുമ്പോൾ. ഇത്രയും പണി ചെയ്തപ്പോഴത്തേക്കും ഒരു പരുവായി തളർന്ന് ശ്വാസം എടുത്ത് വിയർപ്പൊക്കെ അങ്ങ് തുടച്ച് കാറ്റൊക്കെ കൊണ്ട് അടുത്ത പണിയിലോട്ട് പയ്യെ നീങ്ങി ഗൈസ്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ചെടിയായ ബ്ലൂ ഡേയ്സി ചെടിക്ക് വേണ്ടി ചാക്കിൽ മണ്ണൊക്കെ നിറച്ചിട്ട് ചെടിയുടെ കൂടെ ഒരു പൂസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ചെടി പയ്യെ ചാക്കിൽ ഇറക്കി വെച്ചു. മണ്ണിട്ട് നിറച്ചു. പയ്യെ അങ്ങ് മണ്ണിട്ട് നിറച്ച് കൊണ്ടുവന്നു. ചെടിയൊക്കെ നട്ട് കഴിഞ്ഞപ്പോൾ ഒരു വിജയ് സിനിമയുടെ സ്റ്റണ്ട് കഴിഞ്ഞ മാതിരി വിയർപ്പും തളർച്ചയൊക്കെ. അങ്ങനെ നമ്മൾ ചെടിയൊക്കെ നട്ടു, വെള്ളമൊക്കെ ഒഴിച്ചു, ബാൽക്കണിയിൽ വെയിൽ കിട്ടുന്ന ഒരു മൂലയ്ക്ക് കൊണ്ടുവച്ചു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതുവരെ ശുഭദിനം.